എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 91, 92 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ടിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. യുദ്ധത്തിൻ്റെ കഠിനമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 91ാമത്തെ ശ്ലോകം നോക്കാം. ബലാഹതാനാം കരിഭൂധരാണാമസൃങ്മയൈ ഗൈരിക നിർജ്ജരോഗൈ വിച്ഛിന്നമൂലാരണധൂളിരാസീത് ക്ഷണേന ശാന്താനലധൂമകൽപ്പ. ആദ്യം പദച്ഛേദം പറയാം. ബലാഹതാനാം കരിഭൂധരാണാം അസൃങ്മയൈ ഗൈരിക നിർജ്ജരോഗൈ വിച്ഛിന്നമൂല രണധൂളി ആസീത് ക്ഷണേന ശാന്താനലധൂമകൽപ്പ. ഇവിടെ പൊടിയെപ്പറ്റി തന്നെയാണ് പറയണത്. പക്ഷേ അതിൻ്റെ ഒരു സ്വഭാവം മാറി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ പൊന്തി പറന്ന് നിൽക്കുന്ന ഒരു പൊടിയുടെ കാര്യമല്ല ഇവിടെ പറയണത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അന്വയത്തിൽ കൂടെ നോക്കാം. ബലാഹതാനാം കരിഭൂധരാണാം. ബലം എന്ന് പറഞ്ഞാൽ സൈന്യം. സൈന്യങ്ങളുടെ പരാക്രമങ്ങളെ കൊണ്ട്, സൈന്യങ്ങളുടെ ശക്തി കൊണ്ട്, ആക്രമണം കൊണ്ടെന്നർത്ഥം. മറുപക്ഷങ്ങളിൽ, അതായത് രണ്ട് കൂട്ടരും, രണ്ട് ഭാഗത്തും, രണ്ട് പക്ഷങ്ങളിലുമുള്ളവരായിട്ടുള്ള സൈന്യങ്ങളുടെ ആക്രമണം കാരണം കരിഭൂധരാണം. കരി എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനകളാകുന്ന ഭൂധരങ്ങൾ. ഭൂധരം എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്. പർവ്വതങ്ങളെ പോലെ അത്രയ്ക്ക് വലിപ്പവും നിറവും ഒക്കെ ചേർന്നതായ ആ ആനകൾ, ശത്രുപക്ഷങ്ങളുടെ ആനകൾ. കരിഭൂധരാണാം അസൃങ്മയൈഹി. അസൃക് എന്ന് പറഞ്ഞാൽ രക്തമാണ്. അസൃങ്മയൈഹി അതായത് ഈ ശത്രുപക്ഷക്കാർ കയറി ആക്രമിക്കുക, വെട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ആനകൾ ചത്തുപോവും. ആനകൾ വെട്ടുകൊണ്ട്, ആഘാതം കൊണ്ട്, വാളിൻ്റെ തലപ്പ് കൊണ്ട് മുറിഞ്ഞ ശരീരത്തോട് കൂടിയിട്ട് അവർ മണ്ണിൽ അങ്ങോട്ട് വീഴും. അങ്ങനെ മണ്ണിൽ വീഴുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതായ രക്തം, അത്രയും വലിയ ജീവിയല്ലേ, അപ്പം മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകണം അത്രയൊന്നും ആയിരിക്കില്ല. ആനയുടെ ശരീരത്തിൽ അത്രയ്ക്ക് അധികം രക്തം ഉണ്ടല്ലോ. അതിങ്ങനെ പൊങ്ങി പരന്ന് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങുമ്പോൾ അസൃങ്മയൈ, ആ രക്തം ഇങ്ങനെ ഒഴുകി പരന്ന് നടക്കുമ്പോൾ ഏതുപോലെ ഗൈരിക നിർജ്ജരോഗൈ. ഗൈരികം എന്ന് പറഞ്ഞാൽ ഗിരിയിൽ, പർവ്വതത്തിൻ്റെ ഉള്ളിലുള്ളതായ ചെറിയ ധാതുക്കൾ, ചില ധാതുക്കൾ, ചുവന്ന ധാതു ആയിരിക്കണം. അതൊക്കെ ചിലപ്പോൾ പർവ്വതങ്ങളിൽ നിന്നിങ്ങനെ ചില അരുവി പോലെയോ ചില പ്രവാഹം പോലെയോ ഒക്കെ പുറത്തേക്ക് ഒഴുകാറുണ്ട്. ഈ ലാവയൊക്കെ പൊട്ടി ഒലിക്കുന്നത് പോലെ പർവ്വതങ്ങളിൽ നിന്ന് ചില പ്രവാഹങ്ങൾ ഉണ്ടാവാറുണ്ട്, ചുവന്ന നിറത്തിലുള്ള ധാതുക്കളുടെ പ്രവാഹം. അതുപോലെയായിരുന്നു വലിയ പർവ്വതം പോലെയുള്ള ആനകളുടെ ശരീരത്തിൽ നിന്ന് ഈ രക്തം പൊട്ടി ഒഴുകിയത്. അതാണ് ഇവിടെ പറയണത്. ഗൈരിക നിർജ്ജര ഓഘൈഹി. ഗൈരികം എന്ന് പറഞ്ഞാൽ ഈ ചുവന്ന നിറത്തിലുള്ള ധാതു. അതിവിടെ ചുവന്ന നിറത്തിലാന്ന് പറയണമെന്നേ ഉള്ളൂ. പർവ്വതത്തിൽ നിന്നുണ്ടാകുന്നതായ ധാതുക്കളുടെ പ്രവാഹം. അത് രക്തവുമായിട്ട് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ചുവപ്പ് നിറാണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അസൃങ്മയൈഹി ഗൈരിക നിർജ്ജര ഓഘൈഹി. അങ്ങനെ ആ ആനകളുടെ ശരീരത്തിൽ നിന്നും ഒഴുകുന്നതായ രക്തപ്രവാഹം ഈ പർവ്വതത്തിൽ നിന്നും ഒഴുകി വരുന്നതായ ഒരു ധാതു ഒഴുകി വരുന്നത് പോലെ, അല്ലെങ്കിൽ ധാതുവിൻ്റെ ഒരു പ്രവാഹം പോലെ തോന്നിച്ചു. അങ്ങനെ അത് ഒഴുകി ഭൂമിയിലൊക്കെ പരന്നപ്പോൾ, 1-2 ആനയുടെ ഒന്നും അല്ല, കുറേ ആനകൾ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടാവുമായിരിക്കും, ചെരിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഈ വാളിൻ്റെ പ്രഹരം കൊണ്ടൊക്കെ. അങ്ങനെ ചത്തു വീഴുന്നതായ ആനകളുടെ ശരീരത്തിൽ നിന്നും ഒഴുകി വരുന്നതായ രക്തം ആ ഭൂമിയിൽ മുഴുവൻ അങ്ങോട്ട് വ്യാപിക്കുന്നത് കൊണ്ട് യുദ്ധഭൂമിയിൽ വ്യാപിച്ചു. അപ്പോൾ എന്തുണ്ടായി? വിച്ഛിന്നമൂല രണധൂളി. പൊങ്ങിപ്പറന്നു നിൽക്കുന്നതായ രണധൂളി, ഈ സൈന്യത്തിൻ്റെ പരാക്രമം കൊണ്ട്, ആക്രമണങ്ങളെ കൊണ്ട് പറന്നു പൊന്തി നിൽക്കുന്നതായ പൊടിയുണ്ടല്ലോ, അതിങ്ങനെ മണ്ണിൽ നിന്നും ഭൂമിയിൽ നിന്നും പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആനയുടെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ രക്തം ഒഴുകാൻ തുടങ്ങിയത്. അതോടുകൂടിയിട്ട് അത് ഭൂമിയിൽ നിന്നുള്ള ആ സംസർഗം വിട്ടു. അതാണ് വിച്ഛിന്നമൂല രണധൂളി. ആ മൂലം ഛേദിച്ചു പോയതായ, ഭൂമിയിൽ നിന്നും വിട്ടുപോയതായ രണധൂളി ഉണ്ടല്ലോ, ആ പൊടി, സൈന്യരേണുക്കൾ, അതെന്തുപോലെയായി? ക്ഷണേന, അല്പനേരത്തേക്ക്, ശാന്താനലധൂമകൽപ്പ ആസീത്. ശാന്താനലധൂമം. ശാന്താനലം എന്ന് പറഞ്ഞാൽ കെട്ടുപോയതായ തീയ്. തീയിൽ നിന്നും പൊന്തി വരുന്നതായ ധൂമം, പുക.
പോലെ ആയിത്തീർന്നു. അതായത് വിളക്ക് കെടുമ്പോൾ പുക ഒരു ചെറിയ നാളം പോലെ അങ്ങോട്ട് മുകളിലേക്ക് പോയിട്ട് ഇല്ലാതെയാവും. അതുപോലെ ആയിത്തീർന്നു ഭൂമിയിൽ നിന്നും പൊന്തിപ്പറന്നതായ പൊടി. പെട്ടെന്ന് അതിൻ്റെ മൂലം ആ ഭൂമിയുമായിട്ടുള്ള സംസർഗം വിട്ടുപോയി ഈ ആനകളുടെ ശരീരത്തിൽ നിന്നും ഒഴുകി വരുന്നതായ രക്തത്തിൻ്റെ സ്പർശം കൊണ്ട്. അപ്പോൾ അവിടേക്ക് ആർദ്രമായി തീർന്നു, പൊടി ഒതുങ്ങി. അപ്പോൾ മുകളിലേക്ക് പൊന്തിയതായ പൊടി ഒരു തീനാളം പോലെ മുകളിലേക്ക് അങ്ങോട്ട് പൊന്തി ഇല്ലാതെയായി. ഏതുപോലെ? വിളക്ക് കെട്ടപ്പോൾ ഒരു പുക മുകളിലേക്ക് പൊന്തിപ്പോയതുപോലെ. അതുപോലെയായിരുന്നു ആ സൈന്യത്തിൻ്റെ പൊടികൾ. യുദ്ധത്തിലെ സൈന്യം ഉണ്ടാക്കിയെടുത്തതായ ആ പൊടി മുകളിലേക്ക് പറന്നങ്ങോട്ട് പോയി, ആ അടി വിട്ടുപോയി. അതായത് ഭൂമിയുമായിട്ടുള്ള സംസർഗം ഇല്ലാതെയായിപ്പോയി എന്നാണ് പറയണത്. അത്രയ്ക്കധികം ആനകളുടെ ശരീരത്തിൽ നിന്നും രക്തം പരന്നൊഴുകി എന്നാണ് പറയണത്. യുദ്ധം തന്നെ, കഠിനമായിട്ടുള്ള യുദ്ധം. നമുക്ക് 92ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഗത്വാരി പൂണാം ബലമായതുഗ്രം ഛിത്വാ കൃപാണത്രുടിതേ കൃപാണേ നിവൃത്യഭംഗേ ച ഭടാഃ പ്രഭൂണാം സംഭാവനാ നിഷ്കൃതിമന്വതിഷ്ഠത്. നമുക്ക് ശ്ലോകത്തിൻ്റെ പദച്ഛേദം പറയാം. ഗത്വാ രിപൂണാം ബലം ആയത് ഉഗ്രം ഛിത്വാ കൃപാണത്രുടിതേ കൃപാണേ നിവൃത്യ ഭംഗേ ച ഭടാഃ പ്രഭൂണാം സംഭാവനാ നിഷ്കൃതിം അന്വതിഷ്ഠൻ. ഇവിടെ സൈന്യങ്ങളുടെ ആക്രമണം കൊണ്ട് ക്ഷീണിക്കുകയാണോ യാദവന്മാരുടെ സൈന്യം എന്ന് തോന്നിപ്പോകുന്നൊരു ശ്ലോകമാണ്. നമുക്ക് അർത്ഥത്തിലേക്ക് കിടക്കാം. രിപൂണാം ഉഗ്രം ബലം ഗത്വാ. രിപൂണാം ശത്രുക്കളുടെ, ഉഗ്രം വളരെ ഭീകരമായിട്ടുള്ള, പേടി തോന്നിക്കുന്നതായ, അത്രയ്ക്ക് ആക്രമണോത്സുകമായിട്ടുള്ള സൈന്യം. ബലം എന്ന് പറഞ്ഞാൽ സൈന്യമാണ്. സൈന്യത്തിൻ്റെ സമീപത്ത് ചെന്നിട്ട്, സൈന്യം ഗത്വാ. ആയത്, ആയത് എന്ന് പറഞ്ഞാൽ ആഗച്ഛത് എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതായത് നല്ല ശക്തിയോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാപിച്ചു. ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരെ അവരുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? കൃപാണത്രുടിതേ കൃപാണേ ഛിത്വാ ഭടാഃ. കൃപാണത്രുടിതേ കൃപാണേ ഛിത്വാ. കൃപാണത്രുടിതേ എന്ന് പറഞ്ഞാൽ കൃപാണൈഹി എന്ന് പറഞ്ഞാൽ വാളുകൾ. വാളുകൾ കൊണ്ട് മറ്റു കൂട്ടരുടെ വാളുകൾ ഛേദിച്ചപ്പോൾ, അതായത് ശത്രുക്കളുടെ വാളുകളാൽ യാദവന്മാരുടെ വാളുകൾ മുറിഞ്ഞു പോയപ്പോൾ, കൃപാണത്രുടിതേ കൃപാണേ ഛിത്വാ ഭടാഃ. അപ്പോൾ തങ്ങളുടെ കയ്യിലുള്ളതായ ആയുധങ്ങളെ കൊണ്ട് ഇവരെ ആക്രമിച്ചുകൊണ്ട്, അവരെ പറ്റുന്ന പോലെയൊക്കെ ആക്രമിച്ചുകൊണ്ട് ഭടന്മാരെന്താ ചെയ്തത്? ഭടാഃ ഭംഗേ നിവൃത്യ. ഭടന്മാർ അവരുടെ ഭംഗത്തെ എങ്ങനെയൊക്കെയോ തരണം ചെയ്തു. അതായത് അവർക്ക് ചെറിയ തോൽവികളൊക്കെ പിണയുന്നുണ്ടോ എന്നൊരു സംശയം വന്നു. അവരുടെ വാളുകളും അവരുടെ ആയുധങ്ങളും ഒക്കെ മറുപക്ഷക്കാർ, ശത്രുപക്ഷക്കാർ ഇല്ലായ്മ ചെയ്യുമ്പോൾ അവരുടെ മുറിഞ്ഞുപോയ ആയുധങ്ങളെ കൊണ്ടൊക്കെ മറുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ട്, എങ്ങനെയൊക്കെയോ അവരെ ആക്രമിച്ചുകൊണ്ട്, പ്രഭൂണാം സംഭാവനാ നിഷ്കൃതിം അന്വതിഷ്ഠത്. പ്രഭൂണാം പ്രഭുക്കന്മാരുടെ, അതായത് സൈന്യ തലവന്മാരുടെ, അതല്ലെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തുമുള്ളതായ സൈന്യ തലവന്മാർ, അല്ലെങ്കിൽ ഇവിടെ ശ്രീകൃഷ്ണനും ബലരാമനും അപ്പുറത്ത് മഗധ രാജാവായിട്ടുള്ള ജരാസന്ധൻ, അവരുടെയൊക്കെ സംഭാവനയാ, അവരുടെ നല്ല വാക്കുകളെ കൊണ്ട്, അവരുടെ പരിഗണന കൊണ്ട്. അതാണ് സംഭാവന, സമ്യക്കായിട്ടുള്ള ഭാവന. അതായത് ഈ ഭടന്മാർ യുദ്ധം ചെയ്തു പോകുമ്പോൾ അവരുടെ ആയുധങ്ങളൊക്കെ നശിച്ചു പോകുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ ഈ പ്രഭുക്കന്മാരാണ്, സേനാനായകന്മാരാണ്. അവരുടെ വാക്കുകളെ കൊണ്ട് സംഭാവനയാ, അതാണ് മാസ്തു ഖേദ, വിഷമിക്കേണ്ട കാര്യമില്ല എന്ന്, നമുക്ക് ജയം സുനിശ്ചിതമാണ് എന്നുള്ള വാക്കുകളെ കൊണ്ടൊക്കെ ശ്രീകൃഷ്ണനും ബലരാമനും ഭടന്മാരെയൊക്കെ നല്ലവണ്ണം ആശ്വസിപ്പിച്ചു. അങ്ങനെയുള്ള ആ വാക്കുകളെ കൊണ്ട് ആശ്വസ്തരായിട്ടുള്ള ഈ ഭടന്മാർ, അതാണ് സംഭാവനാ നിഷ്കൃതിം അന്വതിഷ്ഠത്, അതിനെ അംഗീകരിച്ചു. ഇവരുടെ വാക്കുകൾ കേട്ട് യുദ്ധത്തിനായിട്ട് കൂടുതൽ കൂടുതൽ ഉത്സാഹത്തോടെ പുറപ്പെട്ടു. അവരുടെ ആയുധങ്ങളൊക്കെ നശിച്ചു പോയെങ്കിലും പ്രഭുക്കന്മാരുടെ പരിഗണന കൊണ്ട് അവർക്ക് എല്ലാവർക്കും ശക്തി തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു എന്നാണ് ഇവിടെ പറയണത്. വളരെ സൗന്ദര്യമുള്ളൊരു ശ്ലോകമൊന്നുമല്ല, പല വാക്കുകളും ആവർത്തിക്കുന്നതൊക്കെ ആയിട്ട് കാണാനുണ്ട്. അർത്ഥം തന്നെ പരിപൂർണമല്ല. അതുപോലെ തന്നെ വ്യാഖ്യാനത്തിലും ചെറിയ എന്താ പറയുക ഗ്യാപ്പുകൾ അല്ലെങ്കിൽ തുടർച്ച കാണാനില്ല.
നമുക്കെന്തായാലും ഇതാണ് യുദ്ധത്തിനെ പറ്റിയിട്ട് ഈ ഭടന്മാരുടെ യുദ്ധവും അതിന് പ്രഭുക്കന്മാർ നൽകുന്നതായ പ്രോത്സാഹനവുമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ബലാഹതാനാം കരിഭൂധരാണാം അസൃങ്മയൈർഗൈരിക നിർജ്ജരോഘൈ വിച്ഛിന്നമൂലാരണധൂളിരാസീത് ക്ഷണേന ശാന്താനലധൂമകൽപ്പ ഗത്വാരിപൂണാം ബലമായദുഗ്രം ഛിത്വാ കൃപാണത്രുടിതേ കൃപാണേ നിവൃത്യഭംഗേ ച ഭടാഃ പ്രഭൂണാം സംഭാവനാ നിഷ്കൃതിമന്വതിഷ്ഠൻ. യുദ്ധത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.